ഹായ്, ഞാൻ സരിത സി നായർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, മാനസ ബൈ സരിത കൗൺസിലിംഗ് സെന്റർ. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ പല വിധത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇന്നും ക്ലസ്റ്റർ ബിയിൽ തന്നെയുള്ള മറ്റൊരു പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ കാറ്റഗറിയിൽ തന്നെ ഏറ്റവും അധികം പെക്യൂലിയർ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുള്ളത് ഈ ഒരു നാർസിസിസ്റ്റിക് ഡിസോർഡർ ഉള്ള ആൾക്കാരാണെന്ന് പറയാൻ പറ്റും. ഈ ഒരു ഡിസോർഡർ ഉള്ള ആൾക്കാർ, അവരുടെ സിംറ്റംസ് പറഞ്ഞാൽ നമുക്ക് പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് അധികം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഏറ്റവും കൂടുതൽ ഈ ഡിസോർഡർ ഉള്ള ആളുകളെ കൊണ്ട് സഫർ ചെയ്യുന്നത് അവരുടെ കൂടെ ജീവിക്കുന്ന പാർട്ട്നേഴ്സ് ആയിരിക്കും. ഏറ്റവും അധികം അവർ ഈ ഡിസോർഡറിന്റെ സിംറ്റംസ് കാണിക്കുന്നതും അല്ലെങ്കിൽ തന്നെ ഇവരുടെ ഈ ഒരു പെക്യുലർ ആയിട്ടുള്ള ബിഹേവിയർ കൊണ്ട് സഫർ ചെയ്യുന്നതും ഈ ഒരു ഡിസോർഡർ ഉള്ള വ്യക്തിയുടെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ അധീനതയിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും. സമൂഹത്തിന് മുമ്പിൽ അവർ പലപ്പോഴും വളരെ നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരായിട്ട് തോന്നും. ഏറ്റവും ഒരു സങ്കടകരമായ ഒരു വസ്തുത എന്തെന്ന് വെച്ചാൽ, ഈ ഡിസോർഡർ ഉള്ളവർ സ്വയം ഒരിക്കൽ പോലും ഡിസോർഡർ തനിക്ക് ഉണ്ടെന്നോ ഒരു ചികിത്സ വേണമെന്നോ ഒന്നും അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാരായിരിക്കില്ല. അവരുടെ കണ്ണിൽ അവർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആയിരിക്കും. സോ ഇതിലെ കുറച്ച് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു സെൻസ് ഓഫ് സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രാൻഡിയോസിറ്റി ഉണ്ടാവും ഈ ആളുകൾക്ക്. ഞാൻ മറ്റുള്ളവരെക്കാൾ കുറച്ച് കഴിവ് കൂടിയവനാണ്, കുറച്ച് സുപ്പീരിയർ ആണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബിലിറ്റിൽ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. മറ്റുള്ളവരെല്ലാം വളരെ നിസ്സാരക്കാരാണ്, അവർക്കൊന്നും കഴിവില്ലാത്തവരാണ്, അവരുടെ കഴിവുകളെ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാതിരിക്കുക, സ്വന്തം കഴിവുകളെ എപ്പോഴും പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും ഒരു അഡ്മിറേഷൻ സീക്കിംഗ് ആയിട്ടുള്ളൊരു ബിഹേവിയർ കാണിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളവർ. അവർക്ക് എല്ലായിടത്തും ജയിച്ചു കയറണം. ഒരു ചെറിയ ഒരു തോൽവി പോലും അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും ഒരു പരാജയപ്പെടുന്ന വന്നു കഴിഞ്ഞാൽ തകർന്നടിഞ്ഞു പോകും. അവർക്ക് അത് സഹിക്കാൻ പറ്റില്ല. ഒരു റിജക്ഷൻ പോലും അവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ ഈ മറ്റുള്ള ആൾക്കാരോട് അവർക്ക് ഒരു തരത്തിലുള്ള അസൂയ, വേറെ ആളുടെ ഒരു എൻവി, ഒരു ഫീൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വേറൊരാളുടെ വിജയം അവർക്ക് പലപ്പോഴും ഗുരുതരമായ അസൂയ അവർക്ക് സൃഷ്ടിക്കും. അതുപോലെ തന്നെ അവർക്കൊരു ചിന്തയുണ്ട്, ഇവരുടെ വിജയങ്ങളിൽ മറ്റുള്ളവരെല്ലാം അസൂയാലുക്കളാണ് എന്നൊരു ചിന്തയും ഇവർക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവർക്ക് ലാക്ക് ഓഫ് എമ്പതി, അവർക്ക് കൂടെ ജീവിക്കുന്നവരോടോ വൈഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പാർട്ട്ണർ ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ അവരോടൊന്നും ഒരു തരത്തിലുള്ള ഒരു എമ്പതി ഉണ്ടാവില്ല. ഒരു സുപ്പീരിയർ ഓഫീസറായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ സബോർഡിനേറ്റ്സിനോടൊന്നും ഒരു തരത്തിലുള്ള എമ്പതി അവർ കാണിക്കാറുണ്ടാവില്ല. മാത്രമല്ല അവർക്ക് എപ്പോഴും സെന്റർ ഓഫ് അറ്റൻഷൻ ആയിരിക്കണം, എപ്പോഴും ഒരു അറ്റൻഷൻ സീക്കിംഗ് ആണ്. അവരായിരിക്കണം ഒരു സമൂഹത്തിൽ ചെന്നാൽ, ഒരു ഗ്യാതറിംഗിൽ ചെന്നാൽ അവരായിരിക്കണം അവിടുത്തെ ഏറ്റവും അറ്റൻഷൻ കിട്ടേണ്ട ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ആള് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഈ തരത്തിൽപ്പെട്ട ആൾക്കാർ വളരെയധികം മാനിപ്പുലേറ്റീവ് ആയിരിക്കും. ഇവർ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ നല്ല മാന്യമായ രീതിയിൽ ബിഹേവ് ചെയ്യും, പക്ഷേ സ്വന്തം പാർട്ട്ണറെയും മറ്റുള്ളവരുടെ പാർട്ട്ണറുടെ ഫാമിലിയെ പോലും ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇവർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു ഡിസോർഡർ ഉണ്ടെന്ന് ഇവരുടെ പാർട്ട്ണർ കംപ്ലൈന്റ് ചെയ്താൽ പോലും ആരും ബിലീവ് ചെയ്യണമെന്നില്ല. വളരെ നോർമലായിട്ട് ഒരു ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് മറ്റാരും തന്നെ ബിലീവ് ചെയ്യണമെന്നില്ല. അതേപോലെ തന്നെ വളരെയധികം അരഗൻസ് ആയിരിക്കും അവരുടെ പാർട്ട്ണറോട്, അവരുടെ ഏറ്റവും ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരോടും കാണിക്കുക. വളരെയധികം അരഗൻസ് ഉണ്ടാകും. അതേപോലെ അവർക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള അപ്രിസിയേഷൻ വേണം. ഇവരെക്കാളും കുറച്ച് കഴിവ് കൂടിയൊരു പാർട്ട്ണറാണ് ഇവർക്കുണ്ടെന്ന് ഉള്ളൊരു ചിന്തയെങ്കിലും വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവരെ അടിച്ചിരുത്താനും അവരുടെ കഴിവുകളെ എത്രത്തോളം അവരെ മോശമായിട്ട് അവരുടെ കോൺഫിഡൻസ് നശിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ച് അടിച്ചിരുത്താൻ അവർ ശ്രമിക്കുന്നതായിരിക്കും. ഈ തരത്തിലുള്ള ബിഹേവിയർ ഒക്കെ ഉള്ള ആൾക്കാരാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ. ആദ്യമേ പറഞ്ഞ പോലെ തന്നെ സങ്കടകരമായ കാര്യം, ഇവർക്ക് ഒരു ചികിത്സ ഇവർ സ്വയം തേടാൻ ഒരു തരത്തിലുള്ള ചാൻസ് കാണുന്നില്ല. അതുകൊണ്ട് അവരുടെ കൂടെ ജീവിക്കുന്ന പാർട്ട്നേഴ്സാണ് ഉറപ്പായിട്ടും ഹെൽപ്പ് നേടേണ്ടത്. ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക. എങ്ങനെ ഇവരുടെ കൂടെ ജീവിക്കാൻ പറ്റും എന്നുള്ളതിനുള്ള ഒരു സ്ട്രെങ്ത് നേടാൻ വേണ്ടി അവരാണ് പ്രൊഫഷണൽ ഹെൽപ്പ് നേടേണ്ടത്. ഇതുപോലുള്ള വേറെ മറ്റുള്ള ഡിസോർഡറുകളെ പറ്റിയുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.